അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ഒരു അത്താഴവും പരിപാടിയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നെന്ന് വെച്ചാൽ നല്ല ജലദോഷവും പനിയൊക്കെ ആയിട്ടൊന്ന് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കടയിൽ പോയായിരുന്നു. കടയിൽ പോയിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ വന്നു. വൈകുന്നേരം ഇന്നിവിടെ ഫുഡൊക്കെ റെഡിയാക്കണം. 2-3 ദിവസമായിട്ട് നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പനിയും പിടിച്ചു, ജലദോഷമായി, മുഖമൊക്കെ നല്ല നീരൊക്കെ വെച്ച് വീർത്തിരിക്കുക, ജലദോഷം പിടിച്ചിട്ട് കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. അങ്ങനെ ഞാൻ അടുപ്പയിൽ കഞ്ഞിക്ക് വെള്ളം വെച്ച് കേട്ടോ. കഞ്ഞിയല്ല, കുത്തരി ഉണ്ട് കേട്ടോ, മട്ടയരി ഉണ്ട്, സദ്യ പാലക്കാട് സദ്യ വടിയരിയാണ്. ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം അല്ലേ, അപ്പോൾ എനിക്ക് കുറേ സമയം ഇങ്ങനെ നിൽക്കാൻ വയ്യ. അപ്പം പൊന്നിയരി ഇരിപ്പുണ്ട്, അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ആൽഫയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളയരി അവൾക്ക് ഭയങ്കര ഇഷ്ടം, കുത്തരിയോട് അത്ര തൃപ്തിയില്ല. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചു. രാവിലെ കടയിൽ പോകുന്നതിന് മുന്നേ ഞാൻ പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ വേവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എടുത്തിട്ട് നല്ല വൻപയറാണ്. നമ്മൾ മെട്രോയിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നമ്മൾ എടുക്കാറില്ല പയറുകളൊന്നും, പക്ഷെ കണ്ടപ്പോൾ നല്ല പയർ, നല്ല ഇത് തോന്നി, നല്ല പുതിയ പയർ വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി എടുത്തുള്ളൂ കേട്ടോ. ഞാനും ചേട്ടായി മാത്രമല്ലേ കൂട്ടുള്ളൂ, ഇച്ചിരി മതി നമുക്ക്. എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാഴച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസമായി, എങ്കിലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തോരൻ വെക്കാൻ ഈ ഒരാഴ്ചയായിട്ട് പുറത്ത് ഓർഡർ ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിലധികം കുക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ അടുപ്പ് വീണ്ടും കത്തി കേട്ടോ. അതായത് ഇന്നിവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. വാഴച്ചുണ്ടും വൻപയറും തോരൻ നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടാട്ടോ. പിന്നെ ഒരു പ്രത്യേക സാധനം നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ, തൊണ്ടമീനാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ടാൽ പോയി, ഇതിന് ഭയങ്കര ഉപ്പ, തലയ്ക്ക് പിടിക്കുന്നൊരു ഉപ്പ. ചിലപ്പം വീട്ടിലെങ്ങാനും കയറിയാലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ വെള്ളത്തിലിട്ടു കേട്ടോ. കഷ്ണം മുറിച്ചിട്ട് എനിക്ക് വെള്ളത്തിലിടാനുള്ള സമയം കിട്ടിയില്ല, കടയിൽ പോകേണ്ടതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. വൻപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വൻപയർ വേവിച്ചു. അധികം വെള്ളമൊന്നുമില്ലാണ്ട് വേവിച്ചെടുത്തു കേട്ടോ. ഒത്തിരി വെന്ത് പോയാൽ അങ്ങനെ കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ വാഴച്ചുണ്ടും കൂടെ ഇട്ടിട്ടല്ലേ വെക്കുന്നത്. പിന്നെ വാഴച്ചുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു വാഴച്ചുണ്ടാണ്. അപ്പോൾ അതരിഞ്ഞ് വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് അരിപ്പയിലിട്ട്. പിന്നെ അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കാന്താരി, കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടി വേണ്ട, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം മുറിച്ചെടുത്തു. കുറച്ച് അലത്ത് പോയി, കുറച്ച് സമയമായിപ്പോയി ഞാൻ മുറിച്ച് വന്നപ്പോഴത്തേക്കും. പിന്നെ വറുത്തെടുക്കുമ്പോൾ ശരിയാവുമായിരിക്കും, കരിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് ഉണക്കമീൻ വറുത്ത് വെച്ചാലും 2-3 ദിവസത്തേക്കൊക്കെ ഇരുന്നോളും, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മൊത്തം മുറിച്ച് മുളകൊക്കെ പുരട്ടി വെച്ചേക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നെല്ലിക്ക ചമ്മന്തി കേട്ടോ. നമ്മൾ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക ഇവിടെ കിടപ്പുണ്ട് റെഡിയായിട്ട്. അതുകൊണ്ട് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ചമ്മന്തി അരയ്ക്കുമ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഒരിത്തിരി ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അരച്ച് വരുമ്പം തേങ്ങയും ഉള്ളിയൊക്കെ ചേരുമ്പം ഉപ്പ് കുറയാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം പിങ്ക് സാൾട്ട് ഇല്ല, അതാണ് ഉപയോഗിക്കുന്നത്, ഒരിത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി, തേങ്ങ, ഇതാണ് നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കടുകൊക്കെ വറുത്ത് വെളിച്ചെണ്ണയിൽ, പിന്നെ തേങ്ങ നല്ലോണം മുറിച്ചെടുത്ത്, പിന്നെ ഉള്ളി, കാന്താരി, കരിവേപ്പിലയും വെളുത്തുള്ളിയും നല്ലോണം വഴറ്റിയെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴച്ചുണ്ടിട്ടിട്ട് ഒരു ചെറിയ വേവായി വരുമ്പോൾ പയറും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. തേങ്ങ വറുത്തിട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല രുചി കേട്ടോ. വാഴച്ചുണ്ടൊക്കെ വേറെ കിടക്കും, ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തില്ല. ഞാൻ എല്ലാ തോരൻ കറിയും തന്നെ ഇങ്ങനെ തേങ്ങ വറുത്തിട്ടിട്ടാട്ടോ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഉണക്കമീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ തേങ്ങ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രൗൺ നിറമല്ല, എന്നാൽ അത്യാവശ്യം മൊരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വാഴച്ചുണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് വളിച്ചൊന്നും പോലെ. വൻപയർ പെട്ടെന്ന് വളിക്കുന്ന സാധനമല്ലേ. ഇങ്ങനെ തേങ്ങയൊക്കെ ഡ്രൈ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നാളെ നമുക്കിത് കൂട്ടാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒന്നും കൂടെ നമ്മൾ ഉപയോഗിച്ച് ചൂടാക്കി വെച്ചാൽ മതി.
ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് വൻപയർ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെറിയ തീ തന്നെ വെച്ച് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇത് നമുക്ക് വൻപയർ ഒത്തിരി വെന്തിട്ടില്ല, തേങ്ങ വറുത്തെടുത്തോണ്ട് വാഴച്ചുകൊണ്ടൊന്നും കുഴഞ്ഞു പോകത്തുമില്ല. ഇനി ഇത്തിരി വെള്ളമുണ്ട് ഇതിനകത്ത് പറ്റാൻ വേണ്ടി നമുക്ക് ചെറിയ തീയിൽ ഇട്ട് വേവിക്കാം. അത് പയറിനകത്ത് ഉപ്പിട്ടതാണ്, അപ്പോൾ വാഴച്ചുണ്ടിൽ ഞാൻ ഒരിച്ചിരി ഉപ്പിട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം പയർ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. വാഴച്ചുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കുന്നത്. കുറച്ച് സമയം വെച്ച് കറയൊക്കെ കളഞ്ഞിട്ടാണ് തോരൻ വെക്കുന്നത്. പിന്നെ ഇത് ചെറിയ തീയിലൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കും. വേകാനൊന്നുമില്ല, ചെറിയ തീയിലൊന്ന് സെറ്റായി വരാം. അടുത്ത നമ്മുടെ അത്താഴമൊക്കെ റെഡിയായി. നല്ല പൊന്നിയരി ചോറ്, പിന്നെ ഉണക്കമീൻ വറുത്തത്, നെല്ലിക്ക ചമ്മന്തി. ചമ്മന്തി മാത്രം മതി നമുക്ക് കഞ്ഞി കുടിക്കാം, വേറെ ഒരു കറിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറ്, മോര് കറി, മോരും കുമ്പളങ്ങ ഇട്ട് വെച്ച നമ്മുടെ പുളിശ്ശേരിയും അത്, പിന്നെ വൻപയറും വാഴച്ചുണ്ട് തോരനും. ഇതുണ്ടോ, കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല വേറിട്ട് കിടക്കുന്നത്, നല്ല രുചിയായിട്ട്. ഇങ്ങനെ തേങ്ങ വറുത്തിട്ടിട്ട് തോരൻ വെക്കുവാണെങ്കിൽ. പിന്നത്തെ അത്താഴം ഇത്രയൊക്കെയാണ്. പപ്പടം വറുക്കാമെന്ന് വിചാരിച്ചപ്പം ആൽഫയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരാഴ്ച കൂടിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് അത്താഴം കഴിക്കുന്ന ദിവസം കേട്ടോ. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ പണി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ചിലപ്പം കഴിക്കും, ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നാണ് നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചിക്കനോ അങ്ങനത്തെ ഒന്നുമില്ല, ഉണക്കമീനും സിമ്പിളായിട്ടുള്ള കറികളാണ്. അപ്പം ഇതാണ് നമ്മുടെ അത്താഴം. അപ്പോൾ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവുകയാണ്. മോര് കറി മാത്രം ഒഴിച്ചില്ല, ബാക്കി മമ്പയറും ചമ്മന്തിയും മീനൊക്കെ എടുത്തിട്ടുണ്ട്. കഴിക്കട്ടെ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന ദോശയാണ്. അപ്പം ദോശ ഇന്ന് നമുക്കെല്ലാവർക്കും അവധിയാണ്. അവധി എന്ന് പറഞ്ഞാൽ ഞാനും ആൽഫയൊക്കെ ഇന്ന് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. ചേട്ടായി പോയി, ഉച്ചവരെ ഉള്ളൂ. അപ്പം രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കിയിട്ട്, സാമ്പാറൊന്നുമില്ല കേട്ടോ, ദോശയും ചമ്മന്തിയും ചായയാണ് രാവിലെ. എല്ലാവരും ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനും ഉണ്ടാക്കാനും ഒരു സന്തോഷമാണല്ലേ. ആർക്കും സമയമില്ല, ചുമ്മാ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ കഴിക്കണ്ടേ. അപ്പം ഞാൻ ചിലപ്പം ഉണ്ടാക്കാറില്ല, കടയിലേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കും, പിന്നെ ആൽഫയ്ക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും അങ്ങനെ. അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്നതുകൊണ്ട് നല്ല സന്തോഷമാണ്, എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമല്ലേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വീട്ടിലിരിക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ആൽഫയ്ക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. നമ്മളിന്ന് ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് നമുക്ക് വാങ്ങാനൊന്നും ഒക്കില്ല. ഇതേ പോപ്കോണാണ്, നല്ല കാശാട്ടോ. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ, എന്തിനാണ് നമ്മൾ വെറുതെ കാശ് കളയുന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടിലൊരു പോപ്കോൺ ഉണ്ടാക്കി. ഇത് ബട്ടർ പോപ്കോൺ കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുക്കറിലാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പായസത്തിന് മത്സരത്തിന് പോയപ്പോൾ മേടിച്ച പാലട ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ ഒരു പായസം കുടിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഇച്ചിരി പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി അട ഇട്ടാൽ മതി. ഒരടുപ്പയിൽ ഞാൻ അട ഇടാൻ വേണ്ടി വെള്ളം തിളയ്ക്കാൻ വെച്ചു. പിന്നെ ഈ അടുപ്പയിൽ നെയ്യും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കും. ഇതൊക്കെ ഞാനൊന്ന് പായസ മത്സരത്തിന് കൊണ്ടുപോയില്ല, അതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും കുടിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പം പപ്പായ ഇല്ല കേട്ടോ, പാലട മാത്രം ഇട്ടിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക അടയൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് കോരിയ പായസത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയിൽ ഒരു സുഖമില്ല കേട്ടോ. ബിരിയാണിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്നാൽ അറിയില്ല, അത് പായസം മധുരമല്ലേ, മധുരത്തിൻ്റെ കൂടെ മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ബിരിയാണീൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴിക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പം നമ്മുടെ അട ഞാനിവിടെ നല്ലോണം വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ അടയാകുമ്പോൾ നല്ല സുഖമായിട്ടാണ് കഴിക്കാൻ വേണ്ടി. ചെറിയ അടയല്ലേ, പാല് ചിരട്ടായി വരുമ്പം കൊണ്ടുവരണം, അതുകൊണ്ട് അത് ഇച്ചിരി ലേറ്റാവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പായസം റെഡിയാക്കാം.
പായസം ഉണ്ടാക്കാനൊന്നും ഒത്തിരി പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇൻസ്റ്റൻ്റൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഇൻസ്റ്റൻറ്റിൻ്റെ ടേസ്റ്റേ വ്യത്യാസം നമ്മൾ ഉണ്ടാക്കുന്നതും അതും തമ്മിൽ എല്ലാം അതിൽ ആഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എളുപ്പപ്പണിയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പായസം ഉണ്ടാക്കി കഴിക്കുന്നതും അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എന്ത് എളുപ്പമാണെന്നറിയോ? ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന വെള്ളം തിളച്ച അടയിടുന്നു. പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ സെപ്പറേറ്റ് ഒന്നും മറക്കണ്ട. ഈ തിളച്ച അട വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി വെക്കൂലേ, വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഈ നെയ്യിലിട്ടൊന്ന് വരട്ടി നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് ശർക്കരപ്പാൻ ഒഴിച്ച് ഒരു തിക്കായി വരുമ്പോൾ പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഏലക്കാപ്പൊടി ചുക്കുപൊടി നമ്മൾ ഇതാണെങ്കിൽ വെള്ളത്തിൻ്റെ പായസമാണെങ്കിൽ മാത്രമേ ഞാൻ ചുക്കുപൊടി ഇടാറുള്ളൂ കേട്ടോ. ജീരകവും പാൽപ്പായസമാണെങ്കിൽ ചുക്കുപൊടിയും ജീരകവും ഞാൻ ഇടാറില്ല. ഏലക്ക പൊടിച്ച മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള പായസം നമുക്ക് കുടിക്കാൻ പറ്റും. ഇനിയിപ്പം എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റൊക്കെ മേടിച്ച് ഉണ്ടാക്കാം. അതിനേക്കാളും നല്ലത് സമയമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എളുപ്പമല്ലേ. വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടയെല്ലാം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ വേറിട്ട് വരും. നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. അട നല്ല വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ആണി ശർക്കര കേട്ടോ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. നല്ല വെല്ലമോ കുഴപ്പമില്ല. ഇതാണ് ഞാൻ പായസത്തിനൊക്കെ എടുക്കാറ്. ഒരു 4 കട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. മധുരം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് എടുത്തു വെക്കാം. പിന്നെ നമുക്ക് വെള്ളം എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ, ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ആവത്തില്ല. അപ്പോൾ ഇതെന്തായാലും ഇതിന് വേണ്ടി വരും. മധുരം ഇല്ലെങ്കിൽ പായസം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ മൊത്തം ക്ലീനിങ്ങും പരിപാടിയായിരുന്നു കേട്ടോ. ഡിസംബർ എത്താറായില്ലേ. അപ്പോൾ പിന്നെ എന്താ ഇനി അന്നേരം ഒരു ക്ലീനിങ്ങും പരിപാടി എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് പറ്റൂല. തിരക്കുള്ള സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട ഡൈനിങ് ടേബിളിൻ്റെ മാറ്റും എല്ലാം എടുത്ത് കഴുകി ഉണക്കാനിട്ട് ഇനി എനിക്ക് ചെയ്യാനുള്ളത് കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെയ്തു. ഇനി അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു. അതായത് ടേബിൾ കവറും എല്ലാം അലക്കി, ജനലും ഇനി കർട്ടൻ ഒന്നെടുത്ത് അലക്കണം. ബാക്കി ജനൽ കമ്പിയും ജനലും എല്ലാം തുടച്ച് വൃത്തിയാക്കി. പാൽഫ ഇവിടുന്ന് പോപ്കോൺ കഴിക്കുന്നുണ്ട്. കുറേ ദിവസമായി നമ്മൾ വീട്ടിലൊന്നും ഇരുന്നിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ഇട്ടിരിക്കുവാണ്. ഫുഡ് നമ്മളെല്ലാവരും അതെ ഒരാഴ്ച മേലെ ആയെന്ന് തോന്നുന്നു അല്ലേ. അപ്പം എല്ലാവരും അതെ. ഇന്ന് മാത്രം ചേട്ടായി ഉച്ചവരെ പോയിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ വരും. അപ്പം ഇന്ന് വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ ഇട്ടത്. രാവിലെ നമ്മൾ ദോശയൊക്കെ കഴിച്ചു. പിന്നെന്താ ഇനി ഉണക്കമീനൊക്കെ വറുത്ത് ഒരു നാടൻ ഫുഡ്. ഇനി അത് കഴിഞ്ഞ് 10:30 സിനിമ കേട്ടോ. കുറേ നാളായി സിനിമയ്ക്ക് കണ്ടിട്ട്. വല്ലപ്പോഴും ഒക്കെ ഒരു പടം ഞാൻ പേര് പോലും കണ്ടിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്നൊരു പായസമൊക്കെ ഉണ്ടാക്കി. ഈ പോപ്കോൺ ഇല്ല അവിടുന്ന് ഭയങ്കര കൊതിയായിരിക്കും ടാക്കീസിലെത്തുമ്പോൾ. എന്നാ അറിയില്ല തിയേറ്ററിൽ എത്തുമ്പോൾ എന്നാ അറിയില്ലേ. ഇവിടുന്ന് നമുക്ക് വലിയ ഇതൊന്നുമില്ല, എനിക്ക് അത്ര ഇതൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് ആ മണം അടിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര കൊതിയാണ് അല്ലേ. ഭയങ്കര പൈസയാണ്. എന്തിനാ ചുമ്മാ പൈസ കളയുന്ന അത്രയും. വീട്ടിൽ അത് തന്നെയാണ് നമ്മളിവിടെയും കഴിക്കുന്നത്. ഏകദേശം നമ്മുടെ പണിയെല്ലാം ആയി. ഇനി ഒന്ന് പായസം കൂടി ആയാൽ മതി. എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് കർട്ടനൊക്കെ മാറ്റിയിട്ടതാട്ടോ. ഇനി ആ കർട്ടൻ അയച്ചു തരണം, ചേട്ടായി വരണം. എന്നിട്ട് വേണം കർട്ടനെല്ലാം ഒന്ന് അലക്കാൻ ഇടാം. ബാക്കിയെല്ലാം റെഡി ആയിട്ടോ. റൂമുകളും എല്ലാം. എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ തലേദിവസമാണ് അടിച്ചു വാരണം തുടങ്ങിയല്ലോ. എനിക്ക് ഈ വർഷം ഒന്നും പറ്റൂല. നേരത്തെ ചെയ്യുകയാണെങ്കിൽ എല്ലാ അല്ല ദിവസവും ഇനിയിപ്പം മറ്റേ വലിയ ക്ലീനിങ് ഇല്ലല്ലോ. ചെറുതായിട്ട് എല്ലാ ദിവസവും നിറച്ച് തുടച്ചാൽ അതങ്ങനെ ഇരിക്കും. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ട്രോഫിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ട ട്രോഫി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ ഇരിക്കട്ടെ. എല്ലാം തുടച്ച് വൃത്തിയാക്കി. ടി വി പിന്നെ നമ്മൾ വെക്കാറേ ഇല്ല. എന്നാലും പൊടിയാണ്, നല്ല പൊടിയാണ്. അപ്പുറത്തപ്പുറത്തൊക്കെ വീട് പണീൻ്റെ ഇതായതുകൊണ്ട് നല്ല പൊടിയാണ്. എല്ലാം ഒന്ന് നീറ്റ് ചെയ്ത്
ഇനി കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ. അതെല്ലാം കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ്. ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഞാനത് കുറച്ച് പപ്പായ മേടിച്ചിട്ടുണ്ട്. കുറച്ചല്ല, ഒരു പപ്പായ മറ്റേ കോക്ടെയിലില്ലേ അതുണ്ടാക്കാം. കുറേ നാളായി അതുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനാറ്, പപ്പായ, പേരക്ക അതിനിടാനില്ല കേട്ടോ, കഴിക്കാൻ വേണ്ടി. അപ്പം അത് എടുത്ത് വെക്കണം. ബാക്കിയെല്ലാം തീർന്നു, പണി തീർന്നു. ഉച്ചയ്ക്ക് നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയില്ല, ആ ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉണക്കമീനുണ്ട്, പിന്നെ നെല്ലിക്ക ചമ്മന്തി ഉണ്ട്, പിന്നെ തോരൻ കറി ഉണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചത്. ഇനി ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്ന സമയത്തെല്ലാം ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ മോര് കറി ഉണ്ട് കേട്ടോ. പിന്നെ ആൽഫയ്ക്ക് ഒരു പപ്പടമോ അല്ലെങ്കിൽ മുട്ട പൊരിച്ച് കൊടുത്താൽ മതി. ഇത്രയും സാധനമുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊന്നും വെക്കണ്ട, വൈകുന്നേരം എന്തെങ്കിലും പോവല്ലേ. അപ്പം കുക്കറിൽ ഇട്ടിട്ട് വല്ല ഗീ റൈസോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. എളുപ്പമല്ലേ. ചോറൊക്കെ ഇരിപ്പുണ്ട് ഒത്തിരി. ഇനി എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് വെച്ചാൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അതായത് നമുക്ക് കുറേ പണി ഉണ്ടായിരുന്നല്ലോ, രാവിലെ തൊട്ട് അലക്കും പെറുക്കും കഴുക്കും എല്ലാം കൂടെ ആയതുകൊണ്ട് ഞാൻ ഫുള്ള് തീർത്ത് വെച്ചെന്ന് വെച്ചാൽ ആ സമയത്തൊന്നും നമുക്ക് ഇനി ഡിസംബർ ആയിക്കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടിയാകുമ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. ഞാൻ തന്നെയല്ല കേട്ടോ ചെയ്യുന്നത്, ചേട്ടായി ഞാനും കൂടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ആൽഫ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ രണ്ടുപേരും കൂടെ നോക്കിയാൽ വേഗം ആവും. അങ്ങനെ എല്ലാ പണിയും തീർത്തു. അപ്പോൾ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്, ഇനി ഇത് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇത്രയും നേരം സമയമുണ്ടെന്ന് വെച്ച് ഇരുന്നിട്ട് ഇപ്പോൾ സമയം പോയി 10:30 കേട്ടോ. അപ്പം ഞാനും ആൽഫയും ചേട്ടായി വണ്ടി ഇറക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ പറയുക, ഇത്രയും നേരം വെറുതെ വേസ്റ്റായിട്ട് ഇരുന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ഒരുങ്ങാനും എടുക്കാനൊക്കെ പോയത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണേ. പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പോവാം. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. സമയം 5 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പം. ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.